ഒമാൻ തീരത്ത് US സൈന്യത്തിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർന്നു വീണതിന് പിന്നാലെ ഇറാനെതിരെ പ്രത്യാക്രമണവുമായി അമേരിക്ക. തെക്കൻ ഇറാനിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും റഡാറുകളും ലക്ഷ്യമിട്ട് US ആക്രമണം ആരംഭിച്ചു. USന്റെ ആക്രമണങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. അനുപമ ശ്രീദേവിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനുപമ, ഇന്നലെ US സൈന്യത്തിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർന്നു വീണതിന് പിന്നാലെയാണ് ഇറാനെതിരെ കടുത്ത പ്രത്യാക്രമണവുമായി അമേരിക്ക വന്നിട്ടുള്ളത്. എന്നാൽ ഇതിനെതിരെ പ്രതികരിക്കും എന്ന് തന്നെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ. ലിനിഷ പറഞ്ഞതുപോലെ തന്നെ ഈ രണ്ട് US പൈലറ്റുമാരുണ്ടായിരുന്ന ഒരു ഹെലികോപ്റ്റർ അപ്പാച്ചെ H അറ്റാക്ക് ഹെലികോപ്റ്ററാണ് ഇന്നലെ ഒമാൻ തീരത്തിന് സമീപം ഹോർമൂസ് കടലിടുക്കിൽ തകർന്നു വീഴുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. പ്രാഥമിക ഘട്ടത്തിൽ ഇതൊരു ആക്രമണമാണോ അല്ലയോ എന്നുള്ളതൊരു സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇത് ഇറാന്റെ ഒരു അറ്റാക്ക് ഡ്രോണുമായി കൂട്ടിയിടിച്ചാണ് ഈ ഒരു അപകടം ഉണ്ടായതെന്നും ഈ കടലിലേക്ക് വീണ രണ്ട് പൈലറ്റുമാരെയും സുരക്ഷിതമായി പുറത്തെത്തിച്ചു എന്നുമുള്ള വിവരം പുറത്തുവിടുന്നത്. അതിനുശേഷം ഈ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ പ്രകോപനത്തിന് ഒരു തിരിച്ചടി നൽകും എന്ന് അമേരിക്കൻ പ്രസിഡന്റ് അപ്പോൾ തന്നെ പറയുന്നു. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസമാണ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം ഈ ട്രംപിന്റെ തന്നെ മധ്യസ്ഥതയിൽ അവസാനിപ്പിക്കുന്ന ഒരു നീക്കം ഉണ്ടായത്. അതിനുശേഷമാണ് കഴിഞ്ഞ ഒരാഴ്ച മുൻപ് കണ്ടതുപോലെ തന്നെ തെക്കൻ ഇറാനിലെ പ്രധാനപ്പെട്ട തുറമുഖ നഗരമായിട്ടുള്ള ബന്ദർ അബ്ബാസ്, സിരീക്കും ക്വശമും പോലുള്ള തന്ത്രപ്രധാനപരമായിട്ടുള്ള മേഖലകളിൽ ഇറാന്റെ റഡാർ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്കൻ സൈന്യം ഒരു ആക്രമണം നടത്തുന്നത്. അമേരിക്കയുടെ സെൻട്രൽ കമാൻഡാണ് ഈ ആക്രമണ വിവരം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയും ഇതേ സമാനമായിട്ടുള്ള തെക്കൻ ഇറാനിൽ ഇങ്ങനെ ഒരു ആക്രമണം അമേരിക്ക നടത്തിയിരുന്നു. അത് പറയുന്നത് പോലെ ഇപ്പോൾ തുടരുന്ന ഒരു സമാധാന ചർച്ചകളെയോ അല്ലെങ്കിൽ യുദ്ധം പുനരാരംഭിക്കുന്നതോ ആയിട്ട് കാണേണ്ടതില്ല എന്നുള്ളൊരു പ്രതികരണമാണ് അന്ന് സെൻട്രൽ കമാൻഡ് നടത്തിയതെങ്കിൽ ഇന്നും അതിന് സമാധാനമായിട്ടുള്ള ഇപ്പോഴത്തെ ആക്രമണങ്ങൾക്കും അതിന് സമാനമായിട്ടുള്ള ഒരു പ്രതികരണമാണ് US സെൻട്രൽ കമാൻഡ് നൽകുന്നത്. അതായത് ഇപ്പോൾ മുന്നോട്ട് പോകുന്ന സമാധാന ചർച്ചകളോ അല്ലെങ്കിൽ ഈ ഒരു യുദ്ധം പുനരാരംഭിക്കുന്ന രീതിയിലേക്കോ അല്ല പോകുന്ന ഒരു ആക്രമണങ്ങളല്ല ഇത്. ഈ ഇറാന്റെ പ്രകോപനത്തിനുള്ള ഈ ഹോർമൂസ് കടലിടുക്കിലായാലും അല്ലെങ്കിൽ ഈ തീരത്തിന് സമീപത്തായാലും ഈ നേരത്തെ പറയുന്നത് പോലെ തന്നെ കടലിടുക്കിൽ മൈനുകൾ നിക്ഷേപിക്കാൻ ശ്രമിക്കുന്ന ബോട്ടുകളടക്കം ആക്രമിക്കുന്നത് പല ഘട്ടങ്ങളിലായി ഹോർമൂസിൽ അങ്ങനെയുള്ള ആക്രമണങ്ങൾ കണ്ടിരുന്നു. അതല്ലെങ്കിൽ ഇറാൻ ബന്ധമുള്ള കപ്പലുകൾ ആക്രമിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു വെടിനിർത്തൽ കാലയളവിൽ തന്നെയും. അതെല്ലാം ഇപ്പോഴുള്ള ഈ താൽക്കാലികമായിട്ടുള്ള പ്രകോപനങ്ങൾക്കുള്ള മറുപടി എന്ന നിലയ്ക്കാണ് അമേരിക്ക മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഈ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകും, തക്കതായിട്ടുള്ള ഒരു മറുപടി നൽകുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഹെലികോപ്റ്റർ തകർന്ന വിഷയത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ വിദേശ ശക്തികൾക്ക് സുരക്ഷിതരായിരിക്കണമെങ്കിൽ തങ്ങളുടെ ഭൂമിയിൽ നിന്ന് പോകണം, അതായിരിക്കും നല്ലതെന്നുള്ള രീതിയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഒരു പ്രതികരണവും നടത്തിയിട്ടുണ്ട്. ഈ ഇറാന്റെ ഭാഗത്തു നിന്ന് എങ്ങനെയായിരിക്കും കഴിഞ്ഞ ആഴ്ച കണ്ടതുപോലെ തന്നെ തെക്കൻ ഇറാനിലെ സമാനമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് ഇറാൻ തിരിച്ചടിക്കുന്ന ഒരു രീതിയിലേക്ക് പോയിരുന്നില്ല. പകരം ആ ആക്രമണങ്ങളുടെ എല്ലാ പശ്ചാത്തലത്തിലാണ് ഇസ്രയേലുമായിട്ടുള്ള ഒരു 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരസ്പര ആക്രമണങ്ങൾ ഉണ്ടായതെന്ന് പറയണം. അതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ട് ലെബനനിലും ഈ പറയുന്നത് പോലെ തന്നെ വലിയ രീതിയിൽ ഇസ്രയേലിൻ്റെ മുന്നേറ്റം തുടരുകയാണ്. ഈ ഒരു ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിന് പ്രധാന വ്യവസ്ഥ എന്ന് പറയുന്നത് തന്നെ തെക്കൻ ലെബനനിലേക്കുള്ള ഇസ്രയേലിൻ്റെ കടന്നുകയറ്റങ്ങൾക്ക് അറുതി വരുത്തണമെന്നുള്ളതായിരുന്നു. എന്നാൽ ഇസ്രയേൽ സൈന്യം മുൻപ് അറിയിച്ചിരുന്നത് പോലെ തന്നെ ഈ ഒരു ആക്രമണങ്ങളിൽ നിന്ന് പിന്മാറാത്ത ഒരു നിലയ്ക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു പരസ്പര ആക്രമണങ്ങൾ ഇസ്രയേലും ഇറാനുമായി ഉണ്ടാകാനുള്ള സാധ്യതയും അവിടെ അവശേഷിക്കുന്നുണ്ട്. ഈ ഹെലികോപ്റ്റർ തകർന്നതുമായി ബന്ധപ്പെട്ട് ഈ അമേരിക്കയുടെ നിലപാട് മാറുകയാണെങ്കിൽ അത് ഈ പറയുന്നതുപോലെ വീണ്ടും പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധം ഉണ്ടാകാനുള്ള സാഹചര്യത്തിലെങ്കിൽ അങ്ങനെ ഒരു ആശങ്കയിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ടെന്ന് പറയണം. പക്ഷേ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഈ പറയുന്ന തകർന്നു വീണ ഹെലികോപ്റ്ററിലെ 2 പൈലറ്റുമാരും സുരക്ഷിതരാണെന്ന് തന്നെയാണ് അമേരിക്ക സ്ഥിരീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഈ ഹെലികോപ്റ്റർ തകർത്തതിനുള്ള ഒരു പ്രത്യാക്രമണം എന്നൊഴിച്ചാൽ വലിയ രീതിയിലുള്ള ഒരു യുദ്ധമായി സംഘർഷമായി വളരാൻ തക്കതായിട്ടുള്ള ഒരു പ്രകോപനമായിട്ട് ഇത് ഇറാൻ കണക്കാക്കുമെന്നും ഇപ്പോൾ നിരീക്ഷിക്കപ്പെടുന്നില്ല ലിനിഷ.